എടാ എയറോപ്ലെയിൻ എങ്ങോട്ട് പോകണം? നമ്മൾ ഇത്രയും വന്നോണ്ടാണ് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഇനി ഉണ്ടാ? അല്ലേ അത് കണ്ടിട്ട് പോയാൽ നമ്മൾ എന്തായാലും ഇത്രയും വന്നല്ലേ, വന്നിട്ട് ഇനി വെറുതെ നമ്മളില്ലേ എങ്കിൽ ഇവിടെ കണ്ടിട്ട് പോവാം. ഇത്രയും തൊട്ടടുത്താണ്, ഇത്രയും തൊട്ടടുത്ത് വന്നിട്ട് നമ്മൾ എയറോപ്ലെയിൻ്റെ അങ്ങോട്ട് പോകാതിരുന്നാൽ ഒട്ടാവൂലേ മൊത്തേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ്. ഗൈസ് ഫോളോ മീ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. എടാ നിൽക്കേ ഞാൻ ചാറ്റ് വായിക്കാമേ കേട്ടോ. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കില്ല, അപ്പം അതിനിടെ ശ്രദ്ധ തിരിഞ്ഞോടാ, അതുകൊണ്ടാണ് കേട്ടോ. റിവേഴ്സ് എടുക്കട്ട് ലോട്ട ഇതിപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരുത്തനാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി അവിടെ നിർത്തിയിട്ട് നോക്കാം ചാറ്റൊക്കെ, നിങ്ങളെല്ലാ ചാറ്റും എനിക്ക് വായിച്ചു നോക്കാം. പക്ഷേ ഇത് അത് അങ്ങനെ അല്ലടാ. എൻ്റെ പിന്നാലെ എത്ര വണ്ടികൾ, ഇത് തന്നെ വഴിയും തെറ്റിപ്പോണം അതിനിടയിൽ, എൻ്റെ പിന്നാലെ എത്ര വണ്ടികൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടല്ലേ മുത്തേ. അപ്പോൾ അതിനിടെ ഞാൻ എങ്ങാട്ടെങ്കിലും നീ ശ്രദ്ധ തിരിഞ്ഞ് എങ്ങാട്ടെങ്കിലും വണ്ടി കൊണ്ട് കുഴി കയറ്റി അവരും പിന്നാലെ അതാണ് വഴിയെന്ന് വിചാരിച്ച് അങ്ങോട്ട് വരും. അപ്പോൾ നമ്മളായിട്ട് അവരെ കൂടെ പറഞ്ഞാൽ അവരെ കൂടെ വഴി തെറ്റിക്കേണ്ടല്ലേ മുത്തേ. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കുറച്ച് സമയത്ത് നമ്മൾ വലുതായിട്ട് ചാറ്റ് ശ്രദ്ധിക്കാത്ത. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമല്ലേ മാക്സിമം, അങ്ങനെ പോയില്ല എല്ലാ ചാറ്റും വായിക്കാൻ നോക്കും. എത്തിയാ മുത്തേ? ഇല്ലല്ലോ, എത്തി. എയറോപ്ലെയിൻ എനിക്ക് എന്താണ് എന്തിൻ്റെ കുഴപ്പമാണ് മുത്തേ? എങ്ങാട്ടൊക്കെ ഞാൻ പോണത്? പിന്നെ ഇവിടെ എന്തിനീ ഇടവഴി ഇട്ട് വെച്ചെന്നില്ല ഒട്ട ആള് കാര്യം പറയാല. നമ്മളെ വഴി തെറ്റിക്കാൻ നോക്കണ്ടാ എന്തൊക്കെ ഇവനൊക്കെ. ഇടിച്ചിട്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ അതിനങ്ങോട്ട് പോയി നിൽക്കേണ്ടി അങ്ങനെ. ഓക്കെ, ഇവിടെ നിർത്താം. ഇവിടെ പിന്നെ സമാധാനത്തോടെ നമുക്ക് നിൽക്കാം. എല്ലാവരും വരട്ടെ, ഞാൻ ചാറ്റ് നോക്കട്ടെ. TMS അർജുൻ ബ്രോ, സത്യമാണ്, ഞാൻ വേണേൽ ഇൻസ്റ്റയിൽ ഫോട്ടോ അയച്ചു തരാം. കുഴപ്പമില്ല ബ്രോ. ന്യൂ പ്ലെയർ ആയതുകൊണ്ടല്ലേ, പ്ലീസ് നമുക്ക് നോക്കാം. 13 പേരിൽ കാണുന്നുണ്ടല്ലേ? ഓക്കെ. എടാ വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ട് ഞാനിങ്ങനെ കേട്ടാ, കുഴപ്പമില്ല. മിക്കായിൽ വാസ് ഡിസ്കണക്റ്റഡ്. 7 പേര് ലൈവിലെ റൂമിലുണ്ട്. ഇതിട്ട് ഇങ്ങോട്ട് നിൽക്കാം, ഇങ്ങോട്ട് നിന്നിട്ട് ഇങ്ങനൊരു ഫോട്ടോ എടുക്കാം. എയറോപ്ലെയിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയാൽ പിന്നെ അതിനേക്കാളും വലിയ ഒട്ട ഉണ്ടാമത്തെ. വണ്ടിയുടെ ഫ്രണ്ട് എത്തിയായിരിക്കണ്ട, അതാണ് എനിക്ക് റിപ്പയർ ചെയ്യട്ടെ. ഫോണില്ല, റിപ്പയർ ചെയ്തോട്ടെ. അവന്മാരുടെ അടുത്ത് കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പയർ ചെയ്യാൻ ഇനി എല്ലാവരും കൂടെ അങ്ങോട്ട് വരണ്ടല്ലോ. റെഡ് ബോക്സ് ബ്രോ, എൻ്റെ സിവിക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ. നീ ഇവിടെ ഉണ്ടാ? നോട്ടെ എവിടെ? ചെറിയ പീടണ്ട അങ്ങോട്ട് അയക്കാം. ഇപ്പോൾ സെറ്റല്ലേ മുത്തേ? സെറ്റ് ഇപ്പോൾ ഫോട്ടോ ഒക്കെ നേരത്ത് സെറ്റായിരിക്കും. മിസ്റ്റർ ഷായാൻ, കാർ തരട്ടെ മുത്തേ? വേണമെന്നില്ല, കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല മുത്തേ. അവന്മാരുടെ അടുത്താണോ അത്? തന്നോടെ അവന്മാർ ആരുടെ അടുത്ത് ഏതൊക്കെ ആൾക്കാർ സംസാരിക്കണം വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയല്ല. എൻ്റെ കാറിലെ ഫേക്ക് റെഡ് ഫോക്സ് കൊണ്ടുപോയി ടോക്സിക് BM. എടാ മുത്തേ, നിങ്ങൾ എൻ്റെ സ്ട്രീം കാണുന്നവരല്ലേടാ? നിങ്ങൾ ഇങ്ങോട്ട് കാറരാന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. നിങ്ങളെനിക്ക് ഒരിടത്ത് തന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെ കാർ ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടാടാ മുത്തേ. അങ്ങനെ വരണവരപ്പം തന്നെ നിങ്ങൾ ഇതാക്കണം മുത്തേ. നിങ്ങൾ അതിനനുസരിച്ചുള്ള ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് ഗൈസ്? അങ്ങനെയുള്ളവന്മാരടുത്ത് നിങ്ങൾ എനിക്ക് മനസ്സിലായി. ഏറ്റവും നിങ്ങൾക്ക് ID നോക്കിയാൽ തന്നെ അറിയാമല്ലോ, SJ അത് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കണല്ലോ. അതൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധി വേണം മുത്തേ, അല്ലാതെ ഇപ്പം ഞാൻ തരിക മുത്തേ, കാണിച്ചു തരാം. ETB എൻ്റെ കാർ എവിടെയാണ്? അവൻ്റെ ഏതൊരു വണ്ടി ഇവിടെ കൊണ്ടിട്ടെന്ന് തോന്നുന്നു. ബ്രദർ മിഷ വാണ്ട് ടു സെൽ എ കാർ 1695 HP. താങ്ക് യു ബ്രദർ. ഓക്കെ ഇതാ ETB ജാക്ക്. താങ്ക്സ് മിഷവേ. കൊള്ളാടാ, കൊള്ളാം. ETB എന്നല്ലടാ മുത്തേ അവൻ്റെ പേര്. കൊള്ളാം ETB, കൊള്ളാം. TMS അർജുൻ KDM കാറുണ്ടോ? അവന്മാരും സംസാരിക്കണം ചാറ്റിൽ. എല്ലാവരും വന്നിക്കുക, ഫോട്ടോ എടുക്കാം.
എടാ നമ്മൾ ഈ ഇവിടെ ഉള്ള കാറിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അഴുക്കായിട്ടൊന്നും ഇതുവരെ തോന്നിയില്ല കേട്ടോ. ഇവിടെ ഉള്ള ഈ ഇത്രയും കാറുകളിൽ എനിക്കൊന്നും അഴുക്കായിട്ടൊന്നും അങ്ങനെ ഫീൽ ആയിട്ടില്ല. അങ്ങനെ നമുക്ക് പറയാമല്ലോ മുത്തേ ഇത് അടാ ഒരു വിധം അങ്ങനെ പറഞ്ഞിതാക്കാലോ. അങ്ങനെയല്ലടാ ഇത് കൊള്ളാം. അഴുക്കായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ആയില്ല. അത് ഇങ്ങോട്ടോ നിൽക്കാം, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞെടുക്കാം. സെറ്റ് മിഷേ മുത്തേ അങ്ങോട്ടേക്കടാ, അങ്ങോട്ടേക്ക് മുത്തേ. അവിടെ ഈ വണ്ടിയാണോ എനിക്ക് തന്നാ മുത്തേ? എങ്കിൽ എനിക്ക് എൻ്റെ പിന്നെ പോലീസ് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ബോസ് ഒന്നല്ല. എന്ത് മുത്തേ നേരത്തെ അന്ന് ചാറ്റിലാണ്ട് ലൈവ് ചാറ്റല്ല ഏതോ ഒരു വീഡിയോയിലാണ്ട് ലൈവ് ഉണ്ടാകും ചോദിച്ചു കിടന്നു പോകണം. എനിക്ക് അപ്പോൾ റിപ്ലൈ ഞാൻ കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ബിസി ആയിരുന്നു. റെഡ് ഫോക്സ് എക്സോസ്റ്റ് നോക്കാം എവിടെ നോക്കാം ബ്രദർ. മിസ്റ്റർ SN. ഒരുപാട് പുതിയ ആൾക്കാർ നമ്മളെ ഈ റൂമിലോട്ടൊക്കെ വന്ന് വരണുണ്ട്, സ്ട്രീമിൽ അതുപോലെ തന്നെ വരണുണ്ട് ഗായ്സ്. താങ്ക് യു ഗായ്സ് നിങ്ങളിങ്ങനെ പറഞ്ഞതിന്. കൊള്ളാം. ഹൈഡാന്നായിരിക്കും മുത്തേ. കൊള്ളാം. നീ അങ്ങോട്ട് വരട്ടെ. ഓ പൊട്ടണ കണ്ട കൊള്ളാമല്ലോ, നോക്കട്ടെ. ഓ ബ്രദർ. ഓ സഫലിൻ്റെ വണ്ടിയല്ലേ അത്? സഫലിൻ്റെ വണ്ടി. കൊള്ളാം. നൈസടാ. നൈസ് മുത്തേ. ഉള്ള കാര്യം പറയല്ലേ. കൊള്ളാം. ഇതാരെൻ്റെ ഫ്രണ്ടിരിക്കണ? പേര് കാണാനല്ല. PL ആയിരുന്നു. ഓക്കെ. എന്തെല്ലാം PL? അവിടെ അവൻ്റെ നല്ല രീതിയിൽ പൊട്ടമുണ്ടല്ലേ. നൈസാണ് മുത്തേ. നൈസ് ബ്രോ. GTR എൻജിൻ ഉണ്ട് എൻ്റെ ആണ്. ഓക്കെ മുത്തേ. എടാ ഇല്ല എടാ ഇത് കൊള്ളാം അല്ലേ. മിക്കല്ലേ മൈക്കിൾ. ഓക്കെ W. ഞാൻ അടിക്കാം. ബ്രോ റിപ്ലൈ ചെയ്യ്. എന്ത് പറഞ്ഞു എവിടെ ബോസ് പറഞ്ഞോ. ബ്രോൻ്റെ കാറിൽ ഞാൻ കയറട്ടെ? ഇവിടെ അങ്ങനെ കാർ വാങ്ങുന്നത് പ്രശ്നമില്ല, ബട്ട് പബ്ലിക് റൂമിൽ കയറുമ്പോൾ മണിയുള്ള പോലെ നെയിം ചേഞ്ച് ആക്കി സ്കാം വരും. ഓടാ എടാ സ്കാം വീഴാൻ നോക്കുക കേട്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. ബോസിൻ്റെ വണ്ടിയാണല്ലേ. എൻജിൻ എങ്ങനെ ഉണ്ടെന്നാ? എങ്ങനെ കാറുണ്ട്? കാറ് കൊള്ളാം. W മുത്തേ. അവിടെ ഇതൊക്കെ പിന്നെ അഴുക്ക കാർ നമ്മൾ പറയടാ. ഇതെൻ്റെ ഉണ്ടെന്നോ? ഇത് മറ്റേ അവൻ പണിഞ്ഞു തന്നെ എനിക്ക്. റുബെക്സ് എനിക്ക് പണിഞ്ഞു തന്നെ ഈ കാർ. ജോക്കറിനെ മോഡിഫൈ ചെയ്താൽ എനിക്ക് പണിഞ്ഞു തന്നു. എടാ നമുക്ക് സിറ്റിയിലൊന്ന് പോകണം കേട്ടോ. സിറ്റിയിൽ അവിടെ മറ്റില്ല ഒരു സ്പേസ് ഉണ്ടല്ലോ, നല്ല വണ്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് നോക്കാൻ പറ്റണം. അവിടെ പോയിട്ട് നമുക്ക് നിൽക്കാം കേട്ടോ. എടാ നമുക്കൊക്കെ ഒരു ആട്ടോ ഷോ ചെയ്യണം കേട്ടോ. പക്ഷേ ആട്ടോ ഷോ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇത്തിരി അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമുക്കൊരു സഹായത്തിന് ആളോടെ വേണ്ടി വരും. എന്തായാലും നോക്കാം, സെറ്റാക്കാം. എന്തായാലും നമുക്ക് സെറ്റാക്കാം. പ്ലീസ് ലുക്ക് എക്സോസ്റ്റ്. ആണോ ഞാൻ കണ്ട് കൊള്ളാം. ഇതാര് കണ്ട് W കണ്ടായിരുന്നു W. ഊറപ്പേടുന്നേ. എങ്ങനെ ഉണ്ട് GTR ബ്ലാക്ക്? അതല്ല പെയിൻ എഡിഷനാണ് മുത്തേ. ഓക്കെ നോക്കാം. എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് ബ്രോ ബയ്യ റെഡ് ഫോക്സ് ബ്രോ. ഓടാ പോണാ. ചിലപ്പോൾ ബിസി ആയിരിക്കും. അദ്വൈത് ഹായ്. ലൈവ് 4 പേര് കാണുന്നുണ്ടോ? ഓക്കെ 11 പേരെ നമ്മൾ റൂമിൽ കയറിയില്ലേ. ഓക്കെ ബോസിൻ്റെ പേരെന്താ പച്ച അടിച്ച് വെച്ചേക്കണ? അങ്ങനെ കടിക്കാൻ പറ്റുമല്ലേ? അത് കൊള്ളാം. പെയിൻ അടിച്ചതല്ലേ? എടാ മുത്തേ ഒന്ന് മാറിയണ്ടാ മുത്തേ. കൊള്ളാം. ഇതാരെന്തൊരു സ്ട്രോമിൻ്റെ ഇത് ഞാൻ കണ്ടായിരുന്നു ബേക്കിൽ. അങ്ങനെ അത് നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കൊള്ളാം. പെയിൻ എഡിഷൻ. ഓക്കെ പെയിൻ W. നറൂട്ടോ അനിമേ ഇതിലല്ലേ? കൊള്ളാം. മുത്തേ മിഷബിൻ്റെ ഈ വണ്ടി നൈസ് കേട്ടാ. ഇതാണ് എനിക്ക് അവൻ തന്ന എൻ്റെ പൊന്നുമാരൊക്കെ എനിക്ക് തരണ വണ്ടി എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ്ലി മുത്തേ. W. അവിടെ ചാറ്റ് വയ്ക്കാമേ. ഓക്കെ എല്ലായിടത്തും വണ്ടി ചേർത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. അവരപ്പോഴത്തേക്ക് ഞാൻ ചാറ്റ് വായിക്കാം. 400 അടിച്ചല്ലോ റെഡ് ഫോക്സ്. ഒരു ചാനലിന് ഓടാ. അതുവരെ അടിച്ചടിച്ച് ഇന്ന് വൈകുന്നേരം ഇട്ട സ്ട്രീമിൽ ഒരുപാട് സപ്പോർട്ടൊക്കെ വന്ന് നമ്മളെ മനസ്സിലായില്ലേ. 400 ഓക്കെ എന്തായാലും നോക്കാം മുത്തേ. ഓക്കെ എല്ലാവരും പറഞ്ഞൊരു ഇതും കേൾക്കണുണ്ട്. അവരുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറയുമ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ കേൾക്കണുണ്ട്. ഒരു പരിധി എല്ലാവരും കേൾക്കണുണ്ട്.
റിച്ച് മാൻ ലൈവാണ് ഓക്കെ റിച്ച് മാൻ ലൈവ് ആണല്ലേ നല്ല കാര്യം ഡബ്ല്യു റിച്ച് മാൻ ലൈവ് വേറെ രീതിയാണ് അല്ലേ റിച്ച് മാൻ ലൈവ് എന്ന് വെച്ചാൽ കാർ ഇങ്ങനെ ഗീവ് അവേ ചെയ്യണ അതാണ് ലൈവ് അങ്ങനത്തെ ലൈവാണ് ഓക്കെ വോയിസ് കൊടുക്കണ ലൈവ് അല്ല പാട്ടൊക്കെ ഇട്ട് അതും വൈബാണ് നമ്മൾ മറ്റേ എല്ലായിടത്തു നിന്നും ആൾക്കാർ ഒരു നല്ല ഡബ്ല്യു ഇതായിരിക്കും ആടാ മിഷബേ നീ അത് അവന്മാർ സംസാരിക്കണം ഓ ഇതൊക്കെ എന്ത് മുത്തേ അങ്ങനെയൊക്കെയാണ് ആ കാർ കയറണം അത് എന്ത് മുത്തേ ആ കയറ്റം വണ്ടിയിൽ ബോസ് വണ്ടി കയറിയണ്ടാ അവിടെ എൻ്റെ എല്ലാ വണ്ടി ഇടുന്നുണ്ടല്ലേ അത് എടുത്തുകൊണ്ട് വരാം കേട്ടോ അത് നൈസായിരിക്കും നൈസായിരിക്കും എനിക്ക് ഒരു കാര്യം ചെയ്യാം ഹായ് റിച്ച് ലൈഫാ അതായത് മുത്തേ